ഇനിയും കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. ഇന്ന് നമ്മൾ നിൽക്കുന്നത് അഞ്ചൽ അർച്ചന തിയേറ്ററിലാണ്. നമ്മുടെ തിയേറ്ററുകളിൽ നിറഞ്ഞു ഓടിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യൻ സിനിമാ ചരിത്രത്തിലെ തന്നെ ലെഗൻഡറി ആക്ട്രസസ് ആയ ഉർവശി മാമും നമ്മുടെ പാർവതി മാമും, അവർ രണ്ടുപേരും മത്സരിച്ച് അഭിനയിച്ച ഉള്ളൊഴുക്ക് നമ്മുടെ അഞ്ചലിൽ എത്തുകയാണ്. ഏതായാലും കണ്ടിറങ്ങി കഴിഞ്ഞതിന് ശേഷം പ്രേക്ഷകരുടെ റിവ്യൂ എങ്ങനെയുണ്ടെന്ന് നമുക്ക് ചോദിച്ചറിയാം. എങ്ങനെ ചെയ്യാൻ തോന്നി എന്നോട് ഇങ്ങനെ? നല്ല സിനിമ. ഉർവശി ചേച്ചി നല്ല രീതിയിലാണ്. അതേപോലെ തന്നെ പാർവതി രണ്ടുപേരും മത്സരിച്ച് അഭിനയിച്ചു തോന്നിയോ? എങ്ങനെയുണ്ടായിരുന്നു സിനിമ? സൂപ്പർ പടം. ഉർവശി തകർത്ത് അഭിനയിച്ചല്ലേ? ഒരു അവാർഡ് വിന്നിംഗ് ഫിലിമായിട്ട് ഉർവശി നല്ല ഭംഗിയായിട്ട് ചേച്ചി. എങ്ങനെയുണ്ടായിരുന്നു സിനിമയുടെ അഭിപ്രായം? നല്ല സിനിമ. നല്ല സിനിമ അല്ലേ? ബാക്കി രണ്ടുപേരുടെ ആ ഒരു മത്സരിച്ചുള്ള അഭിനയം കണ്ടിട്ട് നല്ല പോലെ പെർഫോം ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ പറയേണ്ട കാര്യമില്ലല്ലോ. ഉർവശി ചേച്ചിയും പിന്നെ പാർവതി തിരുവോത്തും നല്ല അഭിനേതാക്കളാണല്ലോ. നല്ല ഭംഗിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ശക്തമായ തിരക്കഥ. അതിലൊക്കെ ഒരു കുട്ടനാട്ടിലെ ആളുകളുടെ കഷ്ടപ്പാടും ദുരിതവും കൂടി ജനമനസ്സെ കണ്ടെത്തിക്കാൻ ഈ സിനിമയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. ശക്തമായ തിരക്കഥ നല്ല ഭംഗിയായി ചെയ്തിട്ടുണ്ട്. ഒരു അവാർഡ് ഫിലിമായിട്ട്, അവാർഡ് ഫിലിം എന്ന് പറഞ്ഞാൽ രണ്ടുപേർക്ക് ആർക്കെങ്കിലും ഒരാൾക്ക് അവാർഡ് കിട്ടാത്തക്കവണ്ണം അതൊന്നും പറയാനുള്ള ആളല്ല ഞാൻ. അതൊക്കെ ജൂറിയല്ലേ തീരുമാനിക്കുന്നത്. അപ്പം തീർച്ചയായിട്ടും അതിനുള്ള സാധ്യതകളുണ്ട്. ഏറ്റവും നല്ല സാധ്യതകളുണ്ട്. അത് ഒരു വട്ട സങ്കടമായിട്ട് ഇവിടെ വന്നപ്പോൾ 9 വട്ടം സങ്കടമായിട്ട് വേണം തിരിച്ചു പോകാൻ. നല്ല പടം. രണ്ടുപേരുടെ ആക്ടിങ് മത്സരിച്ചു. എന്തായിരുന്നു സിനിമയെ കുറിച്ച് പറയാനുള്ളത്? നല്ല പടം, വളരെ നല്ല കഥ, നല്ല ഉർവശിക്ക് ഒരു അവാർഡ് കിട്ടാനുള്ള എല്ലാ സാധ്യതയുണ്ട്. എല്ലാ സാധ്യതയുണ്ട്. പ്രേക്ഷകർ എന്നുള്ള രീതിയിൽ നമ്മളത് ആഗ്രഹിക്കുകയും ചെയ്യുന്നു. രണ്ടുപേരുടെയും മത്സരിച്ചുള്ള ഒരു നല്ല അഭിനയമാണ്. എന്തായിരുന്നു സിനിമയെ കുറിച്ച് പറയാനുള്ളത്? നല്ല കലാമൂല്യമുള്ള ഒരു ചിത്രമാണ്. പെർഫോമൻസ് വൈസ് നോക്കുകയാണെങ്കിൽ എല്ലാവരും നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട്. അതേപോലെ ഇതിൻ്റെ എൻ്റെ ക്രൂ അവർ നല്ല രീതിയിൽ ഈ സിനിമയ്ക്ക് വേണ്ടി ഒരുപാട് പ്രയത്നിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇത് നല്ലൊരു ചിത്രമാണ്. എല്ലാവരും വന്ന് കാണേണ്ടതാണ്. ഒരുപാട് പൈസ കൊടുത്ത് ടിക്കറ്റ് എടുത്തതിന്റെ ആ ഒരു മൂല്യം നമുക്ക് കണ്ടുകൊണ്ടിരിക്കാനുണ്ട്. കലാമൂല്യമുള്ള സിനിമകളെ ഇഷ്ടപ്പെടുന്ന ഏതൊരു പ്രേക്ഷകനും ഇഷ്ടപ്പെടാൻ പറ്റിയൊരു ചിത്രമാണ്. എല്ലാവരും വന്ന് കാണും. അവരുടെ അഭിനയം എങ്ങനെയുണ്ടായിരുന്നു? നമ്മുടെ പാർവതി തിരുവോത്ത് മാമിന്റെയും ഉർവശി മാമിന്റെയും രണ്ടുപേരെ ആരെയും മാറ്റി നിർത്തണമെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം രണ്ടുപേരുടെയും പെർഫോമൻസ് വളരെ മികച്ചതായിരുന്നു. എന്തായാലും ഇനി ഇതുപോലുള്ള എനിക്ക് തോന്നുന്നു ഏറെക്കാലത്തിന് ശേഷം കണ്ട നല്ലൊരു ചിത്രം. ആയിട്ടുള്ള രണ്ട് സ്ത്രീ കഥാപാത്രങ്ങളെ എങ്ങനെയാണ് പ്രേക്ഷകരുടെ മുന്നിൽ എത്തിച്ചത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് എന്താ പറയുക? ഒരു കാരണവശാലും നമുക്കത് മാറ്റി നിർത്താൻ പറ്റത്തില്ല. കാരണം അവർക്ക് ഉണ്ടാകുന്ന ഉള്ളിലുണ്ടാകുന്ന ചില വികാരങ്ങൾ അവർ വളരെ മാക്സിമം അവരുടെ മുകളിലൂടെ എത്തിച്ചിട്ടുണ്ട്. ഒരു സിനിമയിൽ തന്നെ നമുക്ക് തോന്നുന്നു ഒരു 2-3 കഥകൾ കൂട്ടിച്ചേർത്തിട്ട്, ഒന്ന് കുട്ടനാടുകാരുടെ ജീവിതം എങ്ങനെയാണെന്ന്, ഒരു മഴക്കാലം വന്നാൽ അവരുടെ ജീവിതം എങ്ങനെയാണെന്ന്, മറ്റൊന്നൊരു കുടുംബജീവിതത്തിൽ എന്തൊക്കെ സംഭവിക്കാമെന്നുള്ളത് അത് എങ്ങനെ കൊണ്ടുവന്നു, അങ്ങനെ ഒരു 2-3 കഥകൾ കോർത്തിണക്കിക്കൊണ്ട് അങ്ങനെ തോന്നിയിരുന്നു. ഉറപ്പായിട്ടും ഇത് ഒരു പ്രേക്ഷകനെന്ന രീതിയിൽ ഇത് കണ്ടിരിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചു പോകുന്നുണ്ട്. നമുക്ക് സ്ത്രീപക്ഷ ഭാഗത്ത് നിന്ന് ചിന്തിച്ചാലും ഒരു കഥാമൂല്യമുള്ള കഥകൾ ഇറങ്ങുന്നു എന്നുള്ളത് ചിന്തിച്ചാലും നല്ലൊരു മികച്ച സിനിമയായിട്ട് ഇതിനെ കാണാൻ പറ്റും. ഈ ചിത്രം എല്ലാവരും മസ്റ്റായിട്ടും കാണണമെന്നാണ് പറയുന്നത്. പേഴ്സണലി എനിക്കുള്ള ഒരു അഭിപ്രായം അത് തന്നെയാണ്. നമ്മൾ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആ തുടക്കം മുതൽ ഒടുക്കം വരെ എങ്ങനെ പോകും എന്നുള്ള രീതിയിൽ നമുക്ക് നല്ല ഒരു ടെൻഷനും പിന്നെ ഇമോഷണലി നമ്മളെ അങ്ങ് പിടിച്ചിരുത്തുന്ന രീതിയിലുള്ള ഒരു സിനിമയായിരുന്നു. എന്തായാലും കുറേ നാളുകൾക്ക് ശേഷം രണ്ട് സ്ട്രോങ് ആയിട്ടുള്ള സ്ത്രീ കഥാപാത്രങ്ങൾ, അത് നമ്മുടെ പാർവതി തിരുവോത്ത്, ഉർവശി മാം, രണ്ടുപേരും മത്സരിച്ച് തകർത്ത് അഭിനയിച്ച നല്ല ഒരു അടിപൊളി മൂവിയാണ്. എല്ലാവരും കാണുക. എല്ലാവർക്കും സിനിമ നന്നായിട്ട് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവരും സിനിമ പോയി കാണുക.